ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞായറാഴ്ച. എത്രയാണ് തീയതി എന്ന് മറന്നുപോയേ. ഓക്കെ, നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. മൊബൈലല്ലേ കയ്യിരിക്കുന്നത്. 30-ാം തീയതി സൺഡേ. ഓക്കെ, ഇത് കണ്ടല്ലോ നിങ്ങൾ. ജാമ്പിക്ക ഇത് വെച്ചിട്ടേ ഞാൻ അച്ചാറിട്ട് പരീക്ഷിക്കാൻ പോവുക. എനിക്കറിയത്തില്ല എങ്ങനെയാണെന്ന്, നിങ്ങൾ കണ്ടോളൂ. അപ്പോൾ ഞാൻ അടുപ്പത്ത് ചട്ടി അങ്ങ് വെച്ചായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇച്ചിരി നല്ലെണ്ണ കൂടിപ്പോയി. ഓക്കെ, അവിടെ ഇരിക്കട്ടെ ഗൈസ്. ഇത് ഞാൻ കടുക് പൊടിച്ചതാണ്. ഓക്കെ ഗൈസ്, ഞാൻ ഇച്ചിരി കാശ്മീരി ചില്ലിയും കൂടി ഇടായി. പക്ഷെങ്കിലേ ഇത് പെട്ടെന്ന് കയറി ബ്ലിം. അത് കാരണമേ ഞാനത് പെട്ടെന്ന് മൂക്കുന്നേനൊക്കെ ഇതങ്ങ് ഇടാം. എന്നാവോ എന്തോ ഒന്നാമത് മുളക് കൂടിയായിരുന്നു. എന്തരാവോ അപ്പം ഇത് അറിയില്ല. കടവുള്ളേ കാപ്പാത്തുങ്കോ. ജാമ്പയ്ക്ക് എന്തായാലും നല്ലെണ്ണയുണ്ട്. ഇനി മഞ്ഞപ്പൊടി ഇട്ടില്ല കേട്ടോ, എനിക്കിഷ്ടമല്ല. മുളക് പൊടിയും കടുകും. വാവ് വെച്ചോണ്ടിരിക്കുക, വെയിറ്റ് ചെയ്യും. ഓക്കെ ഡിയേഴ്സ്, ഇവിടം വരയ്ക്ക് എത്തിയിട്ടുണ്ട്. ഇത് എന്താവുമെന്നൊന്നും എനിക്കറിഞ്ഞില്ല. ഇതിന് വലിയ ടേസ്റ്റൊന്നുമില്ല. അരപ്പൊക്കെ മൂത്തുപോയി. ഞാൻ ഇച്ചിരി ആപ്പിൾ സീഡ് വിനെഗർ ഉണ്ടല്ലോ, ഇത് ഇച്ചിരി ഒഴിക്കാമെന്ന് വെച്ചു. അപ്പം അതെന്താവോ നോക്കാം. എന്തരാണോ എന്തോ. അതിങ്ങനെ ഇവിടെ ഇരിക്കട്ടെ. ഇത് ആർക്കെങ്കിലും കൊടുത്താൽ അവർ ഓടിക്കും. പിന്നെ ഓടിക്കും അളേ. അപ്പോഴേ ഗായ്സ്, നമ്മൾ സയാമീസ് ഇരട്ടകളെന്ന് കണ്ടിട്ടുണ്ട്. മനുഷ്യ കുഞ്ഞുങ്ങൾ, ശിശുക്കൾ കണ്ടോ. പഴം കണ്ടിട്ടുണ്ട് ഞാൻ. പിന്നെ അതാ ചാമ്പയ്ക്കയാണ് സയാമീസ് ഇരട്ട കുഞ്ഞുങ്ങളെ പോലിരിക്കുന്നു. പാവം. ഞാൻ അത് കാരണം ഒന്നും ചെയ്തില്ല. അവരെ കണ്ടോ ഇരിക്കുന്നുണ്ടോ. ചങ്കു അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങ് കഴിക്കും ഇതിനെ. അപ്പോൾ അച്ചാർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കുറച്ച് കറിവേപ്പില പറിച്ചുകൊണ്ട് വന്ന് അതിനകത്ത് ഇടണം. ഇതാർക്കും കൊടുക്കാൻ എനിക്ക് ധൈര്യമില്ല കേട്ടോ. എൻ്റെ പരീക്ഷണങ്ങളിൽ ഞാൻ ഡാഡിയെ മാത്രം പരീക്ഷിച്ച് കാണിക്കാം, അല്ല കൊടുക്കാം. ഗൈസ്, എനിക്ക് തേപ്പ് കിട്ടിയെന്ന് മനസ്സിലായപ്പോൾ ഞാൻ മാങ്ങ അരിഞ്ഞിട്ട് ഗൈസ്. ബിക്കോസ് അതിന് പുളിയില്ലല്ലോ. ഞാൻ അങ്ങനെ ഒരു മാങ്ങ അരിഞ്ഞിട്ട്, ഒരു പഴുത്ത മാങ്ങയും ഒരു പച്ചമാങ്ങയും കൂടി ഇതിട്ട് അപ്പം എന്തൊരവസ്ഥയാവുമെന്ന് നിങ്ങൾ ആലോചിക്കുകയായിരിക്കും. എന്തായാലും ശരി, ഇത് കഴിച്ചേ പറ്റൂ. ഇത് കഴിക്കണം. എന്തായാലും ഇത് എന്തരാണെന്ന് നോക്കട്ടെ. കുറച്ചൊക്കെ ആറിയൊക്കെ വരുമ്പോഴേ നമുക്ക് നോക്കാം എന്താവുമെന്ന്. അപ്പോൾ ഗൈസ്, നിങ്ങളാരും ഇങ്ങനെയുള്ള അറിയാവുന്നവരാണെങ്കിൽ ചെയ്താൽ കുഴപ്പമില്ല. എനിക്ക് കൂടുതൽ പാചകമൊന്നും അറിയത്തില്ല കേട്ടോ. പാചകം അടിക്കാൻ അറിയാമെങ്കിലും എനിക്കൊന്നും അറിയത്തില്ലേ. ഭയങ്കര പാചകം ഒരു കലയാണ് കണ്ടോ. അപ്പോഴേ ഞാനിത് വൈൻഡപ്പ് ചെയ്യുന്നു. രുചിയാണോ എന്ന് എനിക്കൊന്ന് നോക്കണം. രുചിയും കൂടെ നോക്കിയിട്ട് പോകാം. എൻ്റെ പൊന്നെ, ഇതിന് ഭയങ്കര രുചിയുണ്ട് കേട്ടാ. നമ്മൾ വിചാരിക്കുന്ന കണക്കല്ലേ ഇപ്പോൾ ഇതിന് രുചി ഇറങ്ങി. പഴുത്ത മാങ്ങയുടെയും പച്ച മാങ്ങയുടെയും എല്ലാം കൂടെ രുചി ഇറങ്ങി, ടേസ്റ്റ് ഇറങ്ങിയിട്ടാ. പഴുത്ത മാങ്ങയുടെയും പച്ചമാങ്ങയുടെയും ജാമ്പയ്ക്കയുടെയും ടേസ്റ്റ് ഇറങ്ങി. ഇത് തണുക്കട്ടെ, പൊളിച്ചടുക്കി. ഓക്കെ ഗായ്സ്, അപ്പം ഞാൻ ഈ സയാമീസ് ഇരട്ടകളെയും കൂടെ കാണിച്ചിട്ട് വെക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ സയാമീസ് ചാമ്പയ്ക്ക? ഇല്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ കേട്ടോ. എനിക്ക് ആഘോഷങ്ങളൊന്നുമില്ല. ഞാൻ വർഷങ്ങളായിട്ട് ആഘോഷിക്കാറില്ല. കുഞ്ഞിലേ ഉള്ള പെരുന്നാൾ ആഘോഷവും സന്തോഷമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആഘോഷിക്കാറില്ല. ആഹാരം കഴിക്കുമെന്നും പറഞ്ഞ് നമ്മളെ മനസ്സിനകത്തൊരു
സന്തോഷവും സമാധാനവും ഒക്കെ വേണ്ടേ? പ്രാർത്ഥനകൾ എല്ലാവർക്കും. ഓക്കെ, ഞാൻ നേരം വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. പുളിപ്പില്ലി ഇച്ചിരി ഒരു പഴുത്ത മാങ്ങയുടെ കഷണവും കുറച്ചൊരു പച്ചമാങ്ങയുടെ കഷണവും കൂടിയിട്ട് ജാമ്പയ്ക്ക വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ.